സ്വന്തം ഇഷ്ടങ്ങളെല്ലാം ഓരോന്നോരോന്നായി ഇല്ലാതായപ്പോൾ തോറ്റുപോകുന്നത് മറ്റാരും അറിയാതിരിക്കാൻ എടുത്തണിഞ്ഞ മുഖംമൂടിയായിരുന്നു ആ ദേഷ്യവും ശാഠ്യവും എല്ലാം. അതൊക്കെ മാറി തുടങ്ങുകയാണ്. നിന്റെ അച്ഛൻ ഇന്നൊരു തിരിച്ചുവരവ് സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ആ മനസ്സിൽ നിറയെ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾക്കിപ്പം ആ പെൺകുട്ടിയുടെ മുഖം. എല്ലാവർക്കും നമസ്കാരം. പണക്കൊഴുപ്പും ഗ്ലാമറും ഇല്ലാത്ത സ്പോർട്സിനും പരിഷ്കാരങ്ങൾക്ക് വഴങ്ങാത്ത പാരമ്പര്യത്തിനും ഇന്ന് സ്ഥാനമില്ലല്ലോ. പഴയതിനെ മറന്നുകൊണ്ടുള്ള ഈ മുന്നോട്ട് പോക്കിനെ നിങ്ങൾ വികസനം എന്ന് വിളിക്കുമായിരിക്കും. ഞങ്ങൾക്കത് വേറൊരുക്കലാണ്, മരണമാണ്. പക്ഷേ മരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഈ മനയത്ത് വയലിൽ ഇതാ ഇവിടെ നിൽക്കുമ്പോ ആ പഴയ ആരവങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴും കേൾക്കാം. അങ്ങനെ എല്ലാ മത്സരങ്ങളും എനിക്ക് ജയിക്കാൻ പറ്റില്ല. അതേടാ, എല്ലാ മത്സരങ്ങളും ജയിക്കാൻ പറ്റില്ല. പക്ഷെ നീ തോക്കുന്നത് നിന്റെ എതിരാളിയുടെ മിടുക്കൊണ്ടല്ല, നിന്റെ അശ്രദ്ധ കൊണ്ട്. എടാ, മത്സരങ്ങൾ ജയിക്കുമ്പോൾ പത്രത്തിൽ പണം വരും, പേരും വരും. ഗാലറിയിൽ നിന്ന് കൈയടിക്കാനോ ആർപ്പുളിക്കാനോ ഒരുപാട് ആളുകളുണ്ടാവും. എടാ, ഒരു ഗുസ്തിക്കാരന്റെ ജീവിതം അവൻ നിൽക്കുന്ന ഗോതയ്ക്കകത്താ. അത് തിരിച്ചറിഞ്ഞ് ഇവിടെ നിൽക്കാവുന്നുണ്ടെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ, അല്ലെങ്കിൽ നിനക്ക് പോകാം. കണ്ടിന്യൂ. എനിക്ക് തിരിച്ചു വരണം. കോലാപൂരേക്ക് ഒരു കാഴ്ചക്കാരനായി വന്നോട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. നിനക്ക് തോന്നുമ്പോൾ വന്നു കയറാനും തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനുള്ള സ്ഥലമല്ല ഇത്. എൻ്റെ അക്കറിയാം. ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ നീ എനിക്ക് മകനല്ല, വേറൊരാളാ. അപ്പൊ ഇവരോ? ഇവർ വെറും ഡമ്മികളാ ഇവളെ സഹായിക്കാൻ. ഞാൻ പോവാൻ വന്നതല്ല. ഈ ഗോത നിനക്കിനി സ്വന്തമാവണമെങ്കിൽ നീ ഇത് ജയിച്ചു തന്നെ നിൽക്കണം. രമേശിനെ തോപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ 3 മിനിറ്റ് നേരം തോക്കാതെ പിടിച്ചു നിൽക്കണം. എന്നാ നീ അകത്ത്, ഇല്ലെങ്കിൽ പുറത്ത്.
ഈ നാഷണൽ ഗെയിംസിന് പേര് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമായി. നീ പഞ്ചാബ് സ്റ്റേറ്റിന് വേണ്ടി മത്സരിക്കാനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. Captain? Can I represent Kerala? കേരള വനിതാ ഗുസ്തി ടീമിൽ ഒരു പഞ്ചാബി സാന്നിധ്യം. വരുന്ന നാഷണൽ ഗെയിംസിൽ ജലന്ധറിൽ നിന്നുള്ള അതിഥി സിംഗാണ് ദൈവത്തിന്റെ സ്വന്തം നാടിന് വേണ്ടി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. കണ്ണൂരിൽ നടന്ന ക്വാളിഫയിംഗ് ടൂർണമെന്റ് വിജയമായതോടെയാണ് അതിഥി കേരള ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. कोल्हापुर में तू जीत गई ना, क्योंकि मैं वहाँ पे नहीं थी. हाँ, जैसे तू मेरा कुछ बिगाड़ पाती. പിൻഡോ ഡൽഹി ഫൈറ്ററാണ്, മഹാസൂത്രശാലിയാണ്. എതിരാളിയെ പ്രൊവോക്ക് ചെയ്യലാണ് അവളുടെ ഒരു രീതി. അതിന് റിയാക്ട് ചെയ്താൽ അവളത് മുതലെടുക്കും. പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്, നമുക്ക് നന്നായിട്ട് അറിയാം. സർ, അതിഥി സിംഗ് യെസ്. ചെറിയൊരു ഇഷ്യൂ ഒന്ന് വരും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒന്നുകൂടി ഊന്നി പറഞ്ഞു കൊള്ളട്ടെ. സ്ത്രീ അമ്മയാണ്, സ്ത്രീ സഹോദരിയാണ്, സ്ത്രീ അമ്മൂമ്മയാണ്, അമ്മായി അമ്മയാണ്, അമ്മായിയാണ്. ഇതിലേതൊക്കെ തന്നെയായാലും അല്ല പോകർക്ക, കേട്ട സത്യ ഓൾക്ക് മത്സരിക്കാൻ പറ്റൂല. അതെങ്ങനെ ശരിയാവും? സത്യമാണ് ക്യാപ്റ്റൻ, പക്ഷേ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. മെസ്സപ്പാക്കിയത് നിങ്ങളുടെ റെസ്ലിംഗ് ഫെഡറേഷനാണ്. ഇതൊരുമാതിരി മറ്റേ പരിപാടി. ഇതിപ്പോ പഞ്ചാബി ആയതുകൊണ്ടായിരിക്കും ഇക്ക. അതുകൊണ്ടൊന്നും കുഴപ്പമില്ലാണ്. ഇപ്പൊ കേരളക്കാർ തമിഴ്നാട് കർണാടക വേണ്ടി മത്സരിക്കില്ലേ? പഞ്ചാബ് സ്റ്റേറ്റ് ടീമിൽ നിന്ന് അതിഥിയെ റിലീസ് ചെയ്തുകൊണ്ടുള്ള ഡോക്യുമെന്റ്സ് ഇവിടെ കിട്ടിയിട്ടില്ല. ഇതൊക്കെ എപ്പോഴേ സബ്മിറ്റ് ചെയ്താൽ? പക്ഷേ ഇവിടെ കിട്ടിയിട്ടില്ല. ഇന്ന് ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. നിങ്ങളിതൊക്കെ ഇപ്പോഴാണോ ക്രോസ് ചെക്ക് ചെയ്യുന്നത്? ക്യാപ്റ്റൻ ഒരു കാര്യം മനസ്സിലാവും. 100 കൂട്ടം പ്രശ്നങ്ങളുടെയും അഴിമതി ആരോപണങ്ങളുടെ ഇടയ്ക്ക് ഈ നാഷണൽ ഗെയിംസ് ഇവിടെ നടക്കൂല്ലെന്ന് പോലും ഉറപ്പില്ലായിരുന്നു. പിന്നെ ഇത് ഒന്നുകിൽ ഒരു ക്ലർക്കൽ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം. ആര് വിജയനോ? ഒരു കൗൺസിലർ അല്ലേ? രവിയേട്ട, ഇത് അസോസിയേഷനിൽ ഒരു സാധാ ക്ലർക്ക് വിചാരിച്ചാലും ചെയ്യാവുന്ന പണിയുള്ളൂ. വിജയന്റെ ആ ഫ്രണ്ടില്ലേ, കുറ്റിപ്പുഴ MLA, അവൻ ഈ നാഷണൽ ഗെയിംസ് സംഘാടക സമിതിയിലുണ്ട്. അവൻ കളിച്ച കളിയാന്ന് അറിഞ്ഞത്. പിന്നെ രവിയേട്ട, ഒരു പഞ്ചാബി പെൺകുട്ടി മത്സരിച്ചിട്ടില്ല എന്ന് വെച്ച് ഇവിടെ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾ കുറച്ചു പേർക്ക് വിളിച്ചു. ഓ മുങ്ങി. ഇതിപ്പോ നിങ്ങളെ കുടുംബത്തിന്റെ പ്രശ്നം മാത്രമല്ല, നാട്ടുകാരുടെ മൊത്തം പ്രശ്നമാണ്. ഈ നാട്ടിലേക്ക് വരേണ്ട മെഡലാണ് ഓൻ തട്ടിത്തെറിപ്പിച്ചത്. നിങ്ങൾ പറയും, ഓനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ये देख, न्यू नेशनल चैंपियन. कुछ कहना है? ओह, क्यों चुप हो? बड़ी चुनौती देने आई थी मुझे. केरला गॉड्स ओन कंट्री. अब क्या हुआ? क्या हुआ? हाँ? ये नेशनल गेम्स मेडल लेके तू ज्यादा नाच मत. पूरी दुनिया जानती है कि तूने छोटे छोटे बच्चों के साथ खेलकर ये जीता तुझे है. मजाक लग रहा है? मेहनत की कमाई है ये. हट साली, चीना कैसे खा दी? हट साली, तुझे ना तो चैंपियन बन चुकी है. तू मुझे हराएगी साली. इधर हे साबित. छोड़ो उसे. Stop this. വാശി വൈരാഗ്യം നിൽക്കുന്ന ഗോതയ്ക്ക് പുറത്തല്ല, അകത്ത്. Fight it out in the ring. Okay, you just fix the date and place. Mud or mat, I don't care. I will wrestle your girl.